നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ സെറ്റായി. പ്രീ ക്വാർട്ടറിൽ തകർപ്പൻ പോരാട്ടങ്ങൾ കണ്ടു, ഗോൾ വർഷം കണ്ടു. അങ്ങനെയുള്ളൊരു ദിവസമാണ് കടന്നുപോയിരിക്കുന്നത്. ഇപ്പോൾ റൗണ്ട് ഓഫ് 16 സ്പോർട്ടിംഗ് വേഴ്സസ് ബോർഡോ ഗ്ലിംറ്റ് മത്സരം അഗ്രിഗേറ്റ് 5-3 വിജയവുമായിട്ട് സ്പോർട്ടിംഗ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നപ്പോൾ ചെൽസി വേഴ്സസ് PSG മത്സരം അഗ്രിഗേറ്റ് 2-8 വിജയവുമായിട്ട് PSG ആണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നത്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം അഗ്രിഗേറ്റ് 5-1 വിജയമായിട്ട് റയൽ മാഡ്രിഡ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയപ്പോൾ ആഴ്സണൽ വേഴ്സസ് ലെവർക്യൂസൻ മത്സരം അഗ്രിഗേറ്റ് 3-1 വിജയത്തിൽ ആഴ്സണലാണ് മുന്നോട്ട് കുതിച്ചത്. ബാഴ്സലോണ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് മത്സരം 8-3 അഗ്രിഗേറ്റ് വിജയവുമായിട്ട് ബാഴ്സ മുന്നോട്ട് കുതിച്ചപ്പോൾ ടോട്ടനം വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം ഇരുഭാഗത്തും ഗോൾ വർഷം കണ്ടു. 5-7 ഒടുവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അഗ്രിഗേറ്റ് വിജയം സ്വന്തമാക്കിയത്. ലിവർപൂൾ വേഴ്സസ് ഗാലറ്റസറായി പോരാട്ടം 4-1 അഗ്രിഗേറ്റ് വിജയവുമായിട്ട് ലിവർപൂൾ ക്വാർട്ടറിലേക്ക് കടന്നപ്പോൾ ബയേൺ അറ്റ്ലാന്റയെ മുക്കിയത് അഗ്രിഗേറ്റ് 10-2. സോ ക്വാർട്ടർ ഫൈനലിൽ ആരോടൊക്കെ ഏറ്റുമുട്ടും? റയൽ മാഡ്രിഡ് ബയേൺ മ്യൂണിക്കുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഒരു തകർപ്പൻ പോരാട്ടം അവിടെ നടന്നേ പറ്റൂ എന്നർത്ഥം. സ്പോർട്ടിങ്ങിൻ്റെ എതിരാളികൾ ആഴ്സണലാണ്. അവിടെയും ഒരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് എതിരാളികൾ FC ബാഴ്സലോണയാണ്. കോപ്പ ഡെൽ റേയിലെ ചില കണക്കുകൾ വീട്ടാനുണ്ട്. ബാഴ്സയ്ക്ക് സാധിക്കുമോ അത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീണ്ടും PSG വേഴ്സസ് ലിവർപൂൾ മറ്റൊരു കിടിലൻ പോരാട്ടം വരുന്നു. ഏതായാലും ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദം ഏപ്രിൽ 8-9 തീയതികളിലാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദം ഏപ്രിൽ 15-16 തീയതികളിലാണ് നടക്കുക. ഏതായാലും കിടിലൻ പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.